കുളവാഴ നിറഞ്ഞ ഒഴുക്ക് നഷ്ടപ്പെട്ട കോഴിക്കോട് മാങ്കാവ് മഞ്ചക്കൽ തോട് ശുചീകരിക്കാത്ത കോർപ്പറേഷൻ നിലപാടിൽ വാർഡ് കൗൺസിലർമാർ പ്രതിഷേധിച്ചു. കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ വാർഡ് കൗൺസിലർമാർ കുത്തിയിരിപ്പ് സമരം നടത്തി. വർഷങ്ങളായി കുളവാഴ നിറഞ്ഞ് ഒഴുക്ക് നിലച്ച തോട്ടിലേക്ക് മഴ പെയ്തതോടെ എത്തിയ മാലിന്യങ്ങൾ വീടുകളിലേക്ക് ഒഴുകിയിട്ടും പ്രശ്ന പരിഹാരത്തിന് കോർപ്പറേഷൻ മുൻകൈ എടുക്കുന്നില്ലെന്നാണ് ആരോപണം. ഇപ്പോൾ സാധാരണപ്പെട്ട ജനങ്ങളുടെ ദുഃഖം അകറ്റാൻ വേണ്ടി ഞങ്ങൾക്ക് അവരോട് പറയാൻ മറുപടിയില്ല. അങ്ങനെയാണ് ഞങ്ങളിന്ന് മേയറെ കാണാൻ വന്നത്. മേയറെ കാണാൻ വന്നപ്പോൾ മേയർ ഞങ്ങളോട് സംസാരിക്കാൻ കൂട്ടാക്കിയില്ല. അതിനുശേഷമാണ് ഞങ്ങളിങ്ങനെ ഒരു സമര പരിപാടിയിലേക്ക് നീങ്ങിയത്. 2020 മഞ്ചക്കൽ തോട് വിഷയമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് 2.5 കോടി രൂപ മഞ്ചക്കൽ തോടിൽ ഫണ്ട് അനുവദിച്ചായിട്ട് അറിയാൻ സാധിച്ചു. ആ ഫണ്ട് ഒരു വക മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് റോഡിന് വേണ്ടി ചെലവഴിക്കുകയും ചെയ്തു. നഗരാതിർത്തിയിലൂടെ പോകുന്ന പ്രധാന തോടാണ് മാങ്കാവ് മഞ്ചക്കൽ തോട്. അതുകൊണ്ട് തന്നെ ഒരു മാലിന്യത്തോടു കൂടിയാണിത്. കുളവാഴകൾ നിറഞ്ഞതോടെ തോട്ടിലെ വെള്ളത്തിന്റെ ഒഴുക്കും നിലച്ചു. ഇതോടെ മഴ പെയ്താൽ പ്രദേശവാസികൾക്ക് വീടുകളിൽ പോലും ഇരിക്കാനാവാത്ത വിധം തോട് നിറഞ്ഞു കവിഞ്ഞ മലിനജലം ഉൾപ്പെടെ വീടുകളിലേക്ക് എത്തുകയാണ്. 4 മഴ പെയ്താൽ മുട്ടിന് വെള്ളമാണ് അകത്തേക്ക് വരുന്നത്. കാരണം എന്താ വെച്ചാൽ ഇത് ഒലിച്ചു പോകാനുള്ള മാർഗങ്ങളില്ല. ഇവിടുന്ന് തൊട്ട് മൂര്യാട് പുഴ വരെ ഇത് മൂടി കിടക്കുക. അപ്പോൾ ഈ ചെളിയും ഈ കുളവാഴിയും ഓലയും ഇങ്ങനത്തെ വേസ്റ്റുകൾ മുഴുവൻ ഇതൊന്ന് മാറ്റി ഇതൊന്ന് യുദ്ധകാലത്തിന് ചെയ്യുകയാണെങ്കിൽ ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് മുഴുവൻ വ്യക്തിപരമായിട്ട് എല്ലാവർക്കും നല്ലൊരു ഗുണമാണ്. 34-ാം വാർഡ് കൗൺസിലർ ഓമന മധു, 30-ാം വാർഡ് കൗൺസിലർ കവിത അരുൺ എന്നിവരുടെ നേതൃത്വത്തിലാണ് കോർപ്പറേഷന് മുൻപിൽ പ്രതിഷേധ സമരം നടത്തിയത്. അടിയന്തരമായി പ്രശ്നപരിഹാരമുണ്ടാകുമെന്ന ഉറപ്പിലാണ് കുത്തിയിരിപ്പ് സമരം ഇവർ അവസാനിപ്പിച്ചത്. ന്യൂസ് മലയാളം, കോഴിക്കോട്.